2025 ഇറങ്ങിയ ഒരു അടിപൊളി ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ദ ഗോർജ്. രണ്ടുപേര് മൂടൽ മഞ്ഞിൽ പൊതിഞ്ഞ് ഒരു മലയിടുക്കിൽ കുടുങ്ങിപ്പോയി. അവിടെ അജ്ഞാതമായ കുറെ രാക്ഷസ ജീവികൾ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ആ മോൺസ്റ്റേഴ്സിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമാണ് സിനിമയുടെ ഇതിവൃത്തം. സിനിമയിലെ ഒന്നാമത്തെ പ്രധാന കഥാപാത്രമായ ഡ്രാസയുടെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. അവള് ഒരു എയർപോർട്ടിന് സമീപമുള്ള കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും എയർപോർട്ടിൽ ഒരു ബിസിനസ് മാൻ വന്ന് ലാൻഡ് ചെയ്തു. ഉടൻ തന്നെ ഡ്രാസ സ്നൈപ്പർ എടുത്ത് അയാളെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അപ്പോൾ ഇവൾ ഒരു വാടക കൊലയാളിയാണെന്ന് നമുക്ക് മനസ്സിലാകും. അടുത്ത് സിനിമയിലെ രണ്ടാമത്തെ പ്രധാന കഥാപാത്രമായ ലെവിയുടെ രംഗമാണ് കാണിക്കുന്നത്. ഇവൻ ഒരു എക്സ് മിലിറ്ററിയാണ്. സ്വന്തമെന്ന് പറയാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അങ്ങനെ ആരും തന്നെ ഇവനില്ല. ഇവനും വാടക കൊലയാളിയെ പോലെയാണ്. പക്ഷേ മിലിറ്ററിക്ക് വേണ്ടി മാത്രമേ ഇവൻ ജോലി ചെയ്യുകയുള്ളൂ. എന്തെങ്കിലും ദൗത്യത്തിന് വേണ്ടി മിലിറ്ററി ഇടയ്ക്കിടയ്ക്ക് ഇവനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവനെ വീണ്ടും മിലിറ്ററി ജനറല് കോണ്ടാക്ട് ചെയ്തു. ഉടൻ തന്നെ അവൻ ജനറലിനെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ ജനറലി പോലും സല്യൂട്ട് ചെയ്യുന്ന ഉയർന്ന മറ്റൊരു ഒഫീഷ്യൽ നിൽക്കുന്നത് കണ്ടു. വീവർ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. എന്തോ ഒരു പ്രധാനപ്പെട്ട ജോലി ലെവിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീവർ അവനെ വിളിച്ചു വരുത്തിയത്. പക്ഷെ എന്ത് ജോലിയാണെന്ന് മാത്രം വീവർ പറഞ്ഞില്ല. ഇതേ സമയം ഡ്രാസ അവളുടെ അച്ഛനെ കാണാൻ പോയി. അച്ഛനുമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. സംഭവം ഡ്രാസ അടുത്ത ഒരു വർഷത്തേക്ക് എന്തോ ഒരു സീക്രട്ട് ജോലിക്ക് വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ടാണ് അവള് വന്നത്. അച്ഛന് മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ടിരിക്കുകയാണ്. ഇനിയും വെറും ഒരു വർഷം മാത്രമേ ഇയാൾക്ക് ആയുസുള്ളൂ. അതുകൊണ്ട് 5 മാസങ്ങൾ കഴിഞ്ഞ്, അതായത് ഇയാളുടെ ഭാര്യ മരിച്ച അതേ ദിവസത്തിൽ ആത്മഹത്യ ചെയ്യാനാണ് ഇയാളുടെ പ്ലാൻ. അത് കേട്ടപ്പോൾ ഡ്രാസയ്ക്ക് ആകെ വിഷമമായി. കാരണം സ്വന്തമെന്ന് പറയാൻ അച്ഛനല്ലാതെ വേറെ ആരും തന്നെ ഇവൾക്കില്ല. ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ലെവി ഒരു പ്ലെയിനിൽ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൻ കണ്ണു തുറന്നു. നോക്കിയപ്പോൾ അജ്ഞാതമായ ഏതൊരു കാട്ടിന് മുകളിലൂടെയാണ് പ്ലെയിൻ പറന്നു പോകുന്നത്. ഒരിടത്തെത്തിയപ്പോൾ നീ ഇവിടെ ചാടി ഇറങ്ങണമെന്നും ഇവിടുന്ന് 38 കിലോമീറ്റർ നോർത്തിലേക്ക് നീ നടന്നു പോകണമെന്നും ഒരു സോൾജർ ലെവിയോട് പറഞ്ഞു. ഇതേത് സ്ഥലമാണെന്നോ എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്നോ കൃത്യമായും എവിടെയാണ് പോകേണ്ടതെന്നോ അങ്ങനെ ഒന്നും തന്നെ ലെവിക്ക് അറിയില്ല. സോൾജറിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അതൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അധികാരമില്ലെന്നാണ് സോൾജർ പറഞ്ഞത്. ശേഷം അവൻ താഴേക്ക് ചാടി. പാരച്യൂട്ട് ഉള്ളത് കൊണ്ട് സേഫ് ആയിട്ട് ചെന്ന് ലാൻഡ് ചെയ്തു. പിന്നെ സോൾജർ പറഞ്ഞതുപോലെ നോർത്തിലേക്ക് നടന്നു. കാടും മലയും ഒക്കെ കടന്ന് 2 ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം സോൾജർ പറഞ്ഞതുപോലെ 38 കിലോമീറ്റർ ദൂരമെത്തിയപ്പോൾ ഒരു വലിയ മലയിടുക്കിന് മുകളിൽ ഒരു മിലിറ്ററി ടവർ ഇരിക്കുന്നത് കണ്ടു. ഈ ടവറിലായിരിക്കും ജോലി ചെയ്യേണ്ടതെന്ന് ലെവിക്ക് മനസ്സിലായി. മറുവശത്തിലും അതേപോലെ ഒരു ടവർ ഇരിപ്പുണ്ട്. മലയിടുക്കിൽ മൊത്തം മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ലെവി അതും നോക്കി നിൽക്കുന്നതിനിടയിൽ അവിടെ ഡ്രേക്ക് എത്തി. ഡ്രേക്ക് ആണ് ഇപ്പോൾ ഈ ടവറിൽ ജോലി ചെയ്യുന്നത്. ഡ്രേക്ക് വന്ന് ലെവിയെ ടവറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശേഷം ഡ്രേക്ക് കാര്യങ്ങളൊക്കെ ലെവിക്ക് പറഞ്ഞു കൊടുത്തു. സംഭവം ഈ ഗോർജിൽ, അതായത് ഈ മലയിടുക്കിന്റെ അടിയിൽ എന്തൊക്കെയോ കുറെ രാക്ഷസ ജീവികളുണ്ട്. ഹോളോമെൻ എന്നാണ് അവയെ വിളിക്കുന്നത്. അത് പണ്ടിവിടെ ജോലി ചെയ്തിരുന്ന ആരോ ഇട്ട പേരാണ്. മലയിടുക്കിന്റെ എല്ലാ വശങ്ങളും മൂടപ്പെട്ടത് കാരണം ആ ജീവികൾ താഴെ ട്രാപ്പായി കിടക്കുകയാണ്. മലയിടുക്കിന്റെ 2 വശങ്ങളിലെ ചുമരുകളിലൂടെ മാത്രമേ അവയ്ക്ക് മുകളിൽ കയറി വരാൻ കഴിയൂ. അങ്ങനെ അവ മുകളിൽ കയറി വരുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരുപാട് സെൻസറുകൾ ഈ ചുമരുകളിൽ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. മോൺസ്റ്റേഴ്സിനെ കൊല്ലാൻ ആവശ്യത്തിലും അധികം വെപ്പൺസ് ടവറിലുണ്ട്. പക്ഷേ മിക്കവാറും അതൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല. കാരണം മോൺസ്റ്റേഴ്സിനെ കൊല്ലാനുള്ള ധാരാളം ഓട്ടോമാറ്റിക് ആയുധങ്ങളും ഈ മലയിടുക്കിന്റെ 2 വശങ്ങളിലും നിറയെ സ്ഥാപിച്ചിട്ടുണ്ട്. മോൺസ്റ്റേഴ്സ് മുകളിലേക്ക് കയറി വരാൻ തുടങ്ങുമ്പോൾ സെൻസേഴ്സ് അവയെ ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ ഡിറ്റക്ട് ചെയ്താൽ ഉടൻ തന്നെ ഓട്ടോമാറ്റിക് വെപ്പൺസ് ഒക്കെ തനിയെ ആക്ടിവേറ്റ് ആയി ജീവികളെയൊക്കെ വെടിവെച്ച് കൊന്നുകളയും. എല്ലാ ദിവസവും രാവിലെ ഓട്ടോമാറ്റിക് വെപ്പൺസിന്റെയൊക്കെ ബുള്ളറ്റ്സ് റീഫില്ല് ചെയ്യണം. അതാണ് ടവറിൽ ജോലി ചെയ്യുന്ന ആളുടെ പ്രധാന ജോലി. ഓരോ വർഷവും ഇവിടെ ഓരോരുത്തരാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് രാത്രിയോടെ ഡ്രേക്കിന്റെ 1 വർഷം പൂർത്തിയാകും. ഇനി അടുത്ത 1 വർഷം മുഴുവൻ ലെവിയാണ് ജോലി ചെയ്യേണ്ടത്. 1 വർഷത്തേക്ക് ആവശ്യമായ ആഹാരം ടവറിന്റെ സ്റ്റോറേജ് മുറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കിഴക്ക് വശത്തിലിരിക്കുന്ന ഈ ടവർ അമേരിക്കയുടേതാണ്. ഇതേപോലെ അപ്പുറത്ത് പടിഞ്ഞാറ് വശത്തിലും മറ്റൊരു ടവറുണ്ട്. പക്ഷെ അത് ഏത് രാജ്യത്തിൻ്റെതാണെന്ന് അറിയില്ല. ഒരു കാരണവശാലും അപ്പുറത്തെ ടവറുമായിട്ട് ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. 1940കളിലാണ് ഈ രാക്ഷസ ജീവികൾ മലയിടുക്കിൽ പ്രത്യക്ഷപ്പെട്ടത്. അന്ന് മുതൽ ഈ ടവറുകളും സ്ഥാപിക്കപ്പെട്ടു. ഈ ജീവികളെ കുറിച്ച് അന്വേഷിക്കാൻ പണ്ട് ഒരുപാട് പേരെ താഴേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോയ ആരും തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. ഈ ഗോർജിന്റെ കാര്യം വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒന്നാണ്. 80 വർഷങ്ങളിൽ കൂടുതലായിട്ടും ഇതുവരെ പുറം ലോകത്തിന് ഈ ഗോർജിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല.
ടവറിൽ ജോലി ചെയ്യുന്നവർക്ക് പുറം ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കില്ല. ഇതൊക്കെ കേട്ടപ്പോൾ ലെവിക്ക് ആകെ കൺഫ്യൂഷനായി. ഡ്രേക്ക് പറഞ്ഞ ബാക്കിയെല്ലാം വിശ്വസനീയമാണ്. പക്ഷേ മോൺസ്റ്റേഴ്സിന്റെ കാര്യമൊക്കെ ഡ്രേക്ക് വെറുതെ തള്ളുന്നതായിരിക്കുമെന്നാണ് ലെവി കരുതിയത്. ലെവിയുടെ സംസാരത്തിൽ നിന്നും അത് മനസ്സിലാക്കിയ ഡ്രേക്ക് ഒരു ഗ്രനേഡ് എടുത്ത് താഴെ ഗോർജിലേക്ക് എറിഞ്ഞു. അത് പൊട്ടിയതും താഴെ നിന്നും വിചിത്രമായ കുറെ ജീവികൾ അലറുന്ന ശബ്ദങ്ങൾ കേട്ടു. അപ്പോഴാണ് ഡ്രേക്ക് ഇതൊന്നും വെറുതെ പറഞ്ഞതല്ലെന്ന് ലെവിക്ക് മനസ്സിലായത്. ഈ ജീവികളൊക്കെ എവിടുന്നാണ് വന്നതെന്നും എന്തിനാണ് ഇത് വലിയ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതെന്നും ലെവി ചോദിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഇവിടെ ജോലി ചെയ്തിട്ടും ഈ പറഞ്ഞതിൽ കൂടുതലായിട്ട് ഡ്രേക്കിന് ഒന്നും തന്നെ അറിയില്ല. യഥാർത്ഥത്തിൽ ഇത് ഏത് സ്ഥലമാണെന്ന് പോലും ഡ്രേക്കിന് അറിയില്ല. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവരെയൊക്കെ ബോധം കെടുത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് നേരത്തെ ലെവിയും പ്ലെയിനിൽ ബോധം കെട്ട് കിടന്നത്. ഓരോ തവണ പുതിയ ആള് വരുമ്പോഴും പഴയ ആള് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതാണ് പതിവ്. അതുകൊണ്ട് തന്നെ ആർക്കും കൂടുതലായിട്ടൊന്നും അറിയാനും സാധിക്കില്ല. അങ്ങനെ അറിയാവുന്നതെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം ഡ്രേക്ക് അവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ടവറിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും രാത്രിയായി. ലെവിയാണെങ്കിൽ ആഹാരവും കഴിച്ചിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ഡ്രേക്ക് പിക്കപ്പ് ചെയ്യേണ്ട ലൊക്കേഷനിലെത്തി. കുറച്ചു കഴിഞ്ഞതും അവനെ പിക്കപ്പ് ചെയ്യാൻ ഒരു ഹെലികോപ്റ്റർ വന്നു. അവനെയും കൊണ്ട് കുറെ ദൂരം പോയ ശേഷം ഹെലികോപ്റ്ററിലിരുന്നവര് ഡ്രേക്കിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് അവന്റെ ശരീരം കാട്ടിലേക്ക് തന്നെ തള്ളി. അവനെ കൊന്നുകളഞ്ഞുവെന്ന് അവരെ വീവറിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 80 വർഷങ്ങൾ കൊണ്ട് ഈ ടവറിൽ ജോലി ചെയ്യാൻ വന്നിട്ടുള്ള എല്ലാവരെയും ഇങ്ങനെ കൊന്നുകളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഗോർജിന്റെ സീക്രട്ട് ഒരു കാരണവശാലും പുറം ലോകം അറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു മാസത്തിന് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ലെവി എല്ലാ ദിവസവും രാവിലെ ചെന്ന് എല്ലാ ഓട്ടോമാറ്റിക് വെപ്പൺസിലും ബുള്ളറ്റ്സ് നിറയ്ക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ ഒരു പണിയുമില്ല. മൊത്തം വെറുതെ ഇരിപ്പാണ്. ബോറടി മാറ്റാൻ ടവറിന് സമീപം കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുസ്തകങ്ങളും വായിക്കും. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഒറ്റപ്പെട്ട ജീവിതം ഭയങ്കര ബോറിംഗ് ആണ്. അങ്ങനെ ഒരു ദിവസം അപ്പുറത്തെ ടവറിൽ ഒരുത്തി നിൽക്കുന്നത് കണ്ടു. അത് ശരിക്കും ഡ്രാസയാണ്. അപ്പോൾ ഈ ജോലിയെക്കുറിച്ചാണ് അവൾ നേരത്തെ പറഞ്ഞത്. പിന്നെ അവൻ സ്ഥിരമായിട്ട് അവളെ ബൈനോക്കുലാഴ്സിലൂടെ നോക്കാറുണ്ട്. അവളും ഇതേപോലെ തന്നെ അവനെ നോക്കാറുണ്ട്. പക്ഷെ രണ്ടുപേരും തമ്മിൽ കോണ്ടാക്ട് ചെയ്യാറില്ല. എന്നാൽ ഒരു ദിവസം അവള് രണ്ടും കൽപ്പിച്ച് അവന്റെ അടുത്ത് മിണ്ടാൻ തീരുമാനിച്ചു. നോക്കിയപ്പോൾ കുറെ പേപ്പേഴ്സും മാർക്കറും ഒക്കെ ഇരിക്കുന്നത് കണ്ടു. അതിൽ അവളുടെ പേരെഴുതിയിട്ട് നിന്റെ പേരെന്താണെന്ന ചോദ്യവും എഴുതി വെച്ചു. എന്നിട്ട് അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഒരു തോക്കെടുത്ത് വെടിവെച്ചു. അവൻ ബൈനോക്കുലാഴ്സിലൂടെ നോക്കിയതും അവള് പേപ്പറിൽ എഴുതി വെച്ചത് ഉയർത്തി കാണിച്ചു കൊടുത്തു. അപ്പോൾ അവനും അതേപോലെ തന്നെ ഒരു പേപ്പറിൽ അവന്റെ പേരെഴുതി കാണിച്ചു കൊടുത്തു. പിന്നെ രണ്ടുപേരും കുറെ നേരം പേപ്പേഴ്സിലൂടെ പരസ്പരം സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ താഴെ നിന്നും എന്തോ ജീവികൾ ലെവിയുടെ വശത്തിലെ ചുമരിലൂടെ മുകളിലേക്ക് കയറി വരുന്നത് ഡ്രാസ ശ്രദ്ധിച്ചു. ഉടൻ തന്നെ അവൾ അത് ലെവിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ലെവി പെട്ടെന്ന് തോക്കെടുത്ത് അവയെ വെടിവെക്കാൻ തുടങ്ങി. ഒരുമാതിരി മരത്തിന് ജീവൻ വെച്ചതുപോലത്തെ രൂപമാണ് അവയ്ക്ക്. ചുമരിൽ നിറയെ തൊട്ടാൽ പൊട്ടുന്ന ബോംബുകളും വെച്ചിട്ടുണ്ട്. അത്തരം ബോംബുകൾ പൊട്ടി ഇടയ്ക്കിടയ്ക്ക് കുറെ ജീവികൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവനെ സഹായിക്കാൻ അപ്പുറത്ത് നിന്ന് ഡ്രാസയും ഒരു മെഷീൻ ഗൺ ഉപയോഗിച്ച് കഴിയുന്ന എത്ര ജീവികളെയും കൊല്ലുന്നുണ്ട്. കൊല്ലപ്പെടുന്ന ജീവികളെല്ലാം താഴെ ഗോർജിലേക്ക് ചെന്ന് വീഴുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ നിമിഷ നേരം കൊണ്ട് തന്നെ എല്ലാ ജീവികളെയും കൊന്നൊടുക്കി. എന്നാൽ അപ്പോഴാണ് ഡ്രാസയുടെ വശത്തിലെ ചുമരിലൂടെയും ജീവികൾ കയറി വരാൻ തുടങ്ങിയത്. അപ്പോൾ നേരത്തെ അവൾ ചെയ്ത പോലെ അവനും മെഷീൻ ഗൺ ഉപയോഗിച്ച് ആ ജീവികളെയൊക്കെ വെടിവെക്കാൻ തുടങ്ങി. അവളും തുരാന്ന് വെടിവെച്ച് ജീവികളെയൊക്കെ കൊന്നൊടുക്കുകയാണ്. അവസാനം ജീവികൾ ഒരുപാട് മുകളിലെത്തിയപ്പോൾ രണ്ട് വശങ്ങളിലുമുള്ള ഓട്ടോമാറ്റിക് വെപ്പൺസ് ഒക്കെ ആക്ടിവേറ്റ് ആയി. പിന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് വെപ്പൺസ് മുകളിൽ കയറി വരാൻ ശ്രമിച്ച എല്ലാ ജീവികളെയും കൊന്നൊടുക്കി. അടുത്ത ദിവസം രാവിലെ രണ്ടുപേരും ബുള്ളറ്റ്സും ബോംബുകളും ഒക്കെ റീഫില്ല് ചെയ്യാൻ പോയി. അതിനിടയിൽ താഴെ നിന്നും വിചിത്രമായി ഒരു ഡ്രോൺ ഉയർന്നു വരുന്നത് ലെവി കണ്ടു. അതിനെ ഡിറ്റക്ട് ചെയ്തിട്ടും ഓട്ടോമാറ്റിക് വെപ്പൺസ് ഒന്നും തന്നെ ആക്ടിവേറ്റ് ആയില്ല. അപ്പോൾ അത് മിലിറ്ററിക്കാരുടെ തന്നെ ഡ്രോൺ ആയിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. അതുകൊണ്ട് അവനത് കാര്യമാക്കിയില്ല. വീണ്ടും 3 മാസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ മഞ്ഞുകാലമാണ്. ഇടയ്ക്കിടയ്ക്ക് അവര് ചെസ് കളിക്കാറുണ്ട്. രണ്ടുപേരുടെയും പരസ്പരമുള്ള കമ്പനികൾ ഇപ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം രാത്രി നോക്കിയപ്പോൾ ഡ്രാസ് ആയിരുന്നു കരയുന്നത് ലെവി കണ്ടു. എന്താണ് കാരണമെന്ന് അവൻ ചോദിച്ചു. അപ്പോൾ അവള് കാര്യം പറഞ്ഞു കൊടുത്തു. സംഭവം ഇന്നാണ് അവളുടെ അമ്മ മരിച്ച ദിവസം. അതായത് ഇന്നാണ് അവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. ഈ ലോകത്തിൽ ഇനി എനിക്ക് ആരുമില്ലെന്ന വിഷമത്തിലാണ് അവൾ ഇരുന്ന് കരയുന്നത്. അതവള് ലെവിയുടെ അടുത്ത് പറഞ്ഞു.
ഇപ്പോൾ എന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അവള് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്നാ പിന്നെ അവളുടെ പക്കൽ പോകണമെന്ന് തന്നെ അവൻ തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം ഒരു നെടുനീളൻ കയറെടുത്ത് അതിന്റെ ഒരറ്റം ടവറിൽ കെട്ടി. എന്നിട്ട് മറ്റേ അറ്റത്തിനെ ഒരു റോക്കറ്റ് ലോഞ്ചറിലും കെട്ടി. റോക്കറ്റ് ലോഞ്ചർ ഓൾറെഡി ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ പൊട്ടിത്തെറിക്കുമെന്ന പേടി വേണ്ട. ശേഷം റോക്കറ്റ് ലോഞ്ചറിനെ അവളുടെ ടവറിലേക്ക് വെടിവെച്ചു. അങ്ങനെ അതിലൂടെ കയറിന്റെ മറ്റേ അറ്റം അവൾക്ക് കിട്ടി. അവൾ അതിനെ അവിടെ ഒരു മരത്തിൽ കെട്ടിവെച്ചു. ശേഷം ലെവി കയറിൽ തൂങ്ങി അപ്പുറത്തെത്തി. അവൾക്ക് കൊടുക്കാൻ കുറച്ച് പൂക്കളും കൊണ്ടാണ് അവൻ വന്നത്. പിന്നെ അന്ന് മുഴുവൻ അവർ തമ്മിൽ സംസാരിച്ചിരുന്നു. അവരുടെ സംഭാഷണത്തിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. സംഭവം ഇത് ഏഷ്യയിലുള്ള ഏതോ സ്ഥലമാണ്. ഇവിടുത്തെ കാലാവസ്ഥകളും ജിയോഗ്രഫിയും ഒക്കെ വെച്ച് ലെവിയാണ് അത് മനസ്സിലാക്കിയത്. ലെവിക്ക് ഈ ഗോർജിന് പിന്നിലെ രഹസ്യം മനസ്സിലാക്കണമെന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് യാതൊരു മാർഗവുമില്ല. ഡ്രാസ ഒരു റഷ്യക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ടവറും റഷ്യയുടേതായിരിക്കുമെന്നാണ് ഡ്രാസയുടെ നിഗമനം. എന്തായാലും അന്നത്തെ രാത്രി അവിടെ തന്നെ അവൻ ചിലവഴിച്ചു. അടുത്ത ദിവസം രാവിലെ അവൻ തിരിച്ചു പോകുന്ന സമയം അപ്പുറത്തെ ചുമരിലൂടെ കുറച്ച് ജീവികൾ മുകളിലേക്ക് കയറി വന്നു. ബോംബുകൾ പൊട്ടി ആ ജീവികൾ പടമായി. പക്ഷെ അതോടൊപ്പം ലെവിയുടെ കയറും പൊട്ടിപ്പോയി. അങ്ങനെ അവൻ താഴെ ചെന്ന് വീഴാൻ പോയി. ഭാഗ്യത്തിന് അവന്റെ പാരച്യൂട്ട് ഉണ്ടായിരുന്നു. ഇത് കണ്ടോണ്ട് നിന്ന ഡ്രാസയും പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ ഒരു തോക്കും പാരച്യൂട്ടും എടുത്തോണ്ട് താഴോട്ട് ചാടി. അവള് ചെറിയൊരു നദിയിലാണ് വന്ന് വീണത്. ഈ സമയം ലെവി ഒരു മരത്തിൽ ബോധം കെട്ട് തൂങ്ങിക്കിടക്കുകയായിരുന്നു. മരത്തിൽ തേരട്ടയുടെ രൂപത്തിലുള്ള വലിയൊരു വിചിത്രമായ എന്തോ ജീവിയുണ്ടായിരുന്നു. അത് ലെവിയെ പിടിക്കാൻ വന്നതും അവൻ ഉണർന്നു. അവൻ പെട്ടെന്ന് അതിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അതിനിടയിൽ അവൻ താഴെ വന്ന് വീണു. മരത്തിന്റെ വേരുകൾക്ക് മീതെയാണ് അവൻ വന്ന് വീണത്. പക്ഷേ വേരുകളിൽ എന്തോ ഒരു തരം പശയുണ്ടായിരുന്നു. അത് കാരണം അവൻ എണീക്കാൻ പറ്റുന്നില്ല. സെക്കൻഡുകൾക്കുള്ളിൽ വേരുകളിൽ നിന്നും കൈവിരലുകൾ പോലത്തെ ഘടനകൾ വന്നു. എന്നിട്ട് പതിയെ പതിയെ അവനെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. ഭാഗ്യത്തിന് അപ്പോഴാണ് അവിടെ ഡ്രാസ എത്തിയത്. അവള് വേരുകളെയൊക്കെ വെടിവെച്ച് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അവനെ രക്ഷപ്പെടുത്തി. ശേഷം അവര് പടിഞ്ഞാറ് വശത്തിലേക്ക് നടന്നു. കാരണം ലെവിയുടെ കയറിന്റെ ഒരറ്റം അവിടെ ഉണ്ടായിരിക്കും. അതിനാൽ അതിൽ തൂങ്ങിപ്പിടിച്ച് മുകളിൽ കയറാമെന്നാണ് അവരുടെ പ്ലാൻ. മൊത്തം പുക കൊണ്ട് മൂടിയിരിക്കുന്നത് കാരണം അകലെയുള്ള ഒന്നും തന്നെ വ്യക്തമായിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ അവര് നടക്കുന്ന വഴിക്ക് വിചിത്രമായ ചില ജീവികൾ ആക്രമിക്കാൻ വന്നു. മനുഷ്യരെ പോലെ കുതിരപ്പുറത്താണ് അവ വന്നത്. അവയ്ക്കും കുതിരയ്ക്കും മരത്തിന് ജീവൻ വെച്ചതുപോലത്തെ രൂപമാണ്. പെട്ടെന്ന് തോക്കുകൾ ഉപയോഗിച്ച് ലെവിയും ഡ്രാസയും കൂടെ 2 മോൺസ്റ്റേഴ്സിനെ കൊന്നുകളഞ്ഞു. അത് കണ്ട് ഭയന്ന് ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് ഒക്കെ ഓടി രക്ഷപ്പെട്ടു. അവര് കൊന്നുകളഞ്ഞ മോൺസ്റ്റേഴ്സിനെ പരിശോധിച്ച് നോക്കിയപ്പോൾ 1940കളിലെ മിലിറ്ററിക്കാരുടെ യൂണിഫോമാണ് മോൺസ്റ്റേഴ്സ് ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. അത് കണ്ട് അവരാകെ കൺഫ്യൂസ്ഡായി. എന്തായാലും കൂടുതൽ സമയം കളയാതെ അവര് വീണ്ടും നടക്കാൻ തുടങ്ങി. വഴിയിലുടനീളം മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കിടക്കുന്നത് കാണാം. എല്ലാം വിചിത്രമായ രീതികളിൽ രൂപം മാറ്റം സംഭവിച്ച് കിടക്കുകയാണ്. കുറെ ദൂരം നടന്നപ്പോൾ നശിച്ചു കിടക്കുന്ന ഒരു പട്ടണത്തിലെത്തി. പട്ടണത്തിലൂടെ നടക്കുന്നതിനിടയിൽ എന്തോ ജീവികളുടെ ശബ്ദം കേട്ടു. അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി അവര് പെട്ടെന്നൊരു ബിൽഡിങ്ങിൽ കയറി. അവിടെയും കുറെ മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ അസ്ഥികൂടങ്ങൾക്കൊന്നും രൂപമാറ്റം സംഭവിച്ചിട്ടില്ല. നോക്കിയപ്പോൾ അസ്ഥികൂടങ്ങൾക്ക് സമീപം സൈനൈഡിന്റെ ബോട്ടിൽസും കിടപ്പുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്തിനെയോ പേടിച്ചിട്ട് സ്വയം ജീവൻ എടുത്തതാണെന്ന് ലെവിക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ മരണത്തേക്കാൾ ഭയാനകമായ എന്തോ ഇവിടെയുണ്ടെന്ന് ഡ്രാസ പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും മേൽക്കൂരയിലിരുന്ന കുറെ ഭീമൻ ചിലന്തികൾ അവരെ ആക്രമിക്കാൻ വന്നു. ചിലന്തികൾക്കൊക്കെ മനുഷ്യന്റെ തലയോട്ടിയുടേത് പോലത്തെ രൂപമാണ്. രണ്ടുപേരും കൂടെ കുറെ ചിലന്തികളെ വെടിവെച്ച് കൊന്നു. എന്നിട്ട് ബിൽഡിങ്ങിൽ നിന്നിറങ്ങി രക്ഷപ്പെടാമെന്ന് കരുതി വാതിൽ തുറന്നതും നേരത്തെ കണ്ടതുപോലത്തെ മോൺസ്റ്റേഴ്സ് വീണ്ടും വന്നു. പിന്നെ അവരുമായിട്ട് കുറെ നേരം പൊരിഞ്ഞ ഫൈറ്റായി. ഇടയ്ക്ക് ചിലന്തികളെയും കൊല്ലുന്നുണ്ട്. കുറെ നേരത്തെ ഫൈറ്റിനൊടുവിൽ അവസാനം ഡ്രാസ ചെറിയ ഗ്രനേഡ് ഉപയോഗിച്ച് ചുമരിൽ ഒരു ദ്വാരമുണ്ടാക്കി. എന്നിട്ട് അതുവഴി പുറത്തിറങ്ങി ഓടി രക്ഷപ്പെട്ടു. മോൺസ്റ്റേഴ്സും പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ ഓടുന്നതിനിടയിൽ മറ്റൊരു ബിൽഡിംഗ് കണ്ടു. ആ ബിൽഡിംഗ് മൊത്തം അടച്ചുപൂട്ടി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനകത്ത് മോൺസ്റ്റേഴ്സ് ഒന്നും കാണില്ലെന്ന് കരുതി രണ്ടുപേരും അതിന്റെ ഉള്ളിൽ കയറി. അത് യഥാർത്ഥത്തിൽ എന്തോ ഒരു ലാബ് ആയിരുന്നു. ലാബിലും ഒരുപാട് പേരുടെ അസ്ഥികൂടങ്ങൾ കിടപ്പുണ്ട്. ലാബ് മൊത്തം പരിശോധിച്ച് നോക്കിയപ്പോൾ പഴയൊരു ഫിലിം ടേപ്പ് ഇരിക്കുന്നത് കണ്ടു. അത് പ്ലേ ചെയ്യാനുള്ള ഒരു ഡിവൈസും അടുത്തിരിപ്പുണ്ട്. അങ്ങനെ അവൻ അതെടുത്ത് പ്ലേ ചെയ്ത് നോക്കി. അത് ഈ ലാബിൽ പ്രവർത്തിച്ചിരുന്ന പ്രധാന സയന്റിസ്റ്റിന്റെ റെക്കോർഡിംഗ് ആയിരുന്നു. അത് കണ്ടപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായത്. സംഭവം 2ാം ലോക മഹായുദ്ധകാലത്ത് ഒപ്പൻഹൈമർ ആറ്റം ബോംബ് ഡെവലപ്പ് ചെയ്യുന്ന സമയം മറ്റ് ചില രാജ്യങ്ങൾ ചേർന്ന് അതിനേക്കാൾ പവർഫുൾ ആയ മറ്റൊരു വെപ്പൺ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതാണ് ബയോ വെപ്പൺ. അത് രഹസ്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മലയിടുക്കിലെ പട്ടണം തിരഞ്ഞെടുത്തത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇവിടെ വെച്ച് ബയോ വെപ്പൺ ഡെവലപ്പ് ചെയ്യുന്നതിനിടയിൽ ഒരു ദിവസം വളരെ ശക്തമായ ഭൂചലനമുണ്ടായി. അത് കാരണം ലാബിലുണ്ടായിരുന്ന ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് ഗ്യാസുകൾ ലീക്ക് ആയി പോയി. നിസ്സാര സമയം കൊണ്ട് തന്നെ ആ ഗ്യാസുകൾ ഗോർജ് മൊത്തം വ്യാപിച്ചു.
ആ ഗ്യാസുകളാണ് യഥാർത്ഥത്തിൽ ഗോർജ് നിറയെ മഞ്ഞ് പോലെ നിൽക്കുന്നത്. ആദ്യം അത് വലിയ കാര്യമായിട്ട് സയന്റിസ്റ്റുകൾ പരിഗണിച്ചില്ല. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ ആ ഗ്യാസുകളുടെ പാർശ്വഫലങ്ങൾ ഗോർജിലുള്ളവരെ കാണാൻ തുടങ്ങി. ആ ഗ്യാസുകൾ കാരണം ഗോർജിലുള്ള സകല ജീവികളുടെയും DNA തമ്മിൽ കൂടിച്ചേരാനും അതോടൊപ്പം ജീവജാലങ്ങളൊക്കെ റാൻഡമായിട്ട് മ്യൂട്ടേറ്റ് ആകാനും തുടങ്ങി. അനന്തരഫലമായിട്ട് മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവികളും രാക്ഷസ ജീവികളായിട്ട് മാറി. ഇവിടെയുള്ള സസ്യജാലങ്ങൾക്ക് പോലും വിചിത്രമായ രൂപമാറ്റങ്ങൾ സംഭവിച്ചു. ഭൂരിഭാഗം മനുഷ്യരുടെയും ശരീരത്തിൽ സസ്യജാലങ്ങളുടെ DNA കൂടിച്ചേർന്നത്. അങ്ങനെയാണ് നേരത്തെ കണ്ട മരം പോലത്തെ മോൺസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായത്. മേ ബി ഇങ്ങനെയായിരിക്കും ഗ്രൂട്ടും ഉണ്ടായത്. എനിവേ, കുറച്ച് മണിക്കൂറുകൾ മാത്രം ഗോർജിൽ നിൽക്കുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു ദിവസത്തിൽ കൂടുതൽ നിന്നാൽ തീർച്ചയായും ശരീരത്തിൽ ഗ്യാസ് പ്രവർത്തിക്കാൻ തുടങ്ങും. അതായത് മ്യൂട്ടേറ്റ് ആകാൻ തുടങ്ങും. ഭാഗ്യത്തിന് ഈ ഗ്യാസുകളുടെ സാന്ദ്രത വളരെ കൂടുതലായതുകൊണ്ട് അവ ഉയർന്നു പൊങ്ങി ഗോർജ് വിട്ട് പോകില്ല. മ്യൂട്ടേഷൻ കാരണം മോൺസ്റ്റേഴ്സ് ആയി മാറുന്നവരെയൊക്കെ കണ്ട് ഭയന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ സ്വയം ജീവൻ എടുക്കുകയാണ് ചെയ്തത്. അതോടെ റെക്കോർഡിംഗ് അവസാനിച്ചു. ഇത് കേട്ടപ്പോൾ എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ലെവി പറഞ്ഞു. പക്ഷെ ഇത് ഇത്രയും ഡേഞ്ചറസ് ആയിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിനെ പണ്ടേ തന്നെ ന്യൂക്ലിയർ ബോംബ് ഇട്ട് നശിപ്പിക്കാത്തതെന്ന് ഡ്രാസയ്ക്ക് സംശയം തോന്നി. പിന്നെ അവര് വീണ്ടും ലാബ് പരിശോധിച്ചു. അപ്പോൾ ലാബിന്റെ ഒരു കോണിൽ കുറച്ച് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ഇരിക്കുന്നത് കണ്ടു. ഈ പഴയ ലാബിൽ എങ്ങനെ ഈ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് വന്നുവെന്നോർത്ത് രണ്ടുപേർക്കും അത്ഭുതം തോന്നി. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ലെവി ചെന്ന് ആ കമ്പ്യൂട്ടേഴ്സും പരിശോധിച്ചു നോക്കി. അപ്പോഴാണ് കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ ഇവര് ഡാർക്ക് ലേക്ക് എന്നൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്, അല്ലാതെ മിലിറ്ററിക്ക് വേണ്ടിയല്ല. വീവറാണ് ഡാർക്ക് ലേക്കിന്റെ CEO. ഈ ഗോർജിനെ മൊത്തം ഡാർക്ക് ലേക്ക് മിലിറ്ററിയിൽ നിന്നും 1940കളിൽ തന്നെ വിലയ്ക്ക് വാങ്ങി. സൂപ്പർ ഹ്യൂമൻസിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കമ്പനിയാണ് ഡാർക്ക് ലേക്ക്. അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്താൻ ഗോർജിലെ മോൺസ്റ്റേഴ്സിന്റെ DNA ഉപയോഗിക്കാനാകും. പഠനങ്ങൾക്കുള്ള സാമ്പിൾസ് ശേഖരിക്കാൻ പലതവണ ഈ കമ്പനി ഇങ്ങോട്ട് ആളെ അയച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വന്നത്. പക്ഷെ ഇവിടെ വരുന്ന ആർക്കും തന്നെ തിരിച്ചു പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ കമ്പനി ഡ്രോൺസിനെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഡ്രോണിനെയാണ് നേരത്തെ ലെവി കണ്ടത്. ഈ കാരണം കൊണ്ടാണ് ഇതുവരെ ഗോർജിനെ നശിപ്പിക്കാത്തതും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതും. മിലിറ്ററിയിലെ ഉയർന്ന ഒഫീഷ്യൽസ് പോലും വീവറിന്റെ കൂടെയാണ്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ഡാർക്ക് ലേക്ക് കമ്പനി പ്രവർത്തിക്കുന്നത്. മറ്റൊരു കാര്യവും കൂടെ ലെവി മനസ്സിലാക്കി. എന്താണെന്നാൽ സേഫ്റ്റിക്ക് വേണ്ടി ഗോർജിൽ ഒരു ന്യൂക്ലിയർ ബോംബും വെച്ചിട്ടുണ്ട്. മുകളിലുള്ള എല്ലാ ഓട്ടോമാറ്റിക് വെപ്പൺസും നശിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ബോംബ് ആക്ടിവേറ്റ് ആകും. പിന്നെ ഏതാനും ചില നിമിഷങ്ങൾക്കുള്ളിൽ ഗോർജും അതിന്റെ 4.2 കിലോമീറ്റർ ചുറ്റളവിലുമുള്ള സകലവും പൂർണ്ണമായും ഭസ്മമായി പോകും. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം രണ്ടുപേരും പതിയെ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷെ ഒരു മോൺസ്റ്റർ അവരെയും കാത്ത് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ആ മോൺസ്റ്റർ കുതിരപ്പുറത്ത് വന്ന് കയറെറിഞ്ഞ് ഡ്രാസയെ പിടികൂടി. എന്നിട്ട് അവളെയും വലിച്ചിഴച്ചുകൊണ്ട് എങ്ങോട്ടോ പോയി. ലെവി അവളെ രക്ഷിക്കാൻ വേണ്ടി പിന്നാലെ ഓടി. കുറെ ദൂരം ഓടിയപ്പോൾ മറ്റൊരു വലിയ ലാബിന് മുന്നിലെത്തി. ഈ ലാബിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ ഗ്യാസുകളൊക്കെ ലീക്ക് ആയത്. ഡ്രാസയെ ഇങ്ങോട്ട് തന്നെയായിരിക്കും കൊണ്ടുവന്നതെന്ന് അവന് തോന്നി. അങ്ങനെ അവൻ ശബ്ദമുണ്ടാക്കാതെ ലാബിൽ കയറി. ഈ സമയം ഈ ലാബിനകത്ത് ലെവി പ്രതീക്ഷിച്ചതുപോലെ ഡ്രാസയുണ്ടായിരുന്നു. അവളെ മോൺസ്റ്റർ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അവളെ ചുട്ടു തിന്നാനാണ് ഈ മോൺസ്റ്ററിന്റെ പ്ലാൻ. സമീപത്തായിട്ട് കുറെ മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കിടക്കുന്നത് കാണാം. അപ്പോൾ ഈ മോൺസ്റ്റർ പണ്ടും ഇങ്ങനെ മനുഷ്യരെ ചുട്ടു തിന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. തീയൊക്കെ കൂട്ടിയ ശേഷം മോൺസ്റ്റർ ഡ്രാസയെ പിടിക്കാൻ വന്നതും അവള് കെട്ടൊക്കെ അഴിച്ച് ചാടി ഇറങ്ങിവെന്ന് മോൺസ്റ്ററിനെ ഇടിച്ചു. ദേഷ്യം വന്ന മോൺസ്റ്റർ കത്തിയെടുത്ത് അവളെ വെട്ടാൻ വന്നു. പിന്നെ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായി. ഇടയ്ക്ക് ഒരു കൂർത്ത കമ്പി എടുത്ത് അവള് മോൺസ്റ്ററിന്റെ നെഞ്ചത്ത് കുത്തിയിറക്കി. എന്നിട്ടൊരു തീക്കൊള്ളി എടുത്ത് മോൺസ്റ്ററിന്റെ തലയിലിട്ട് കൊടുത്തു. പക്ഷെ അതൊന്നും മോൺസ്റ്ററിനെ ഏറ്റില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ലെവി വന്ന് മോൺസ്റ്റേഴ്സിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ അവളെ രക്ഷപ്പെടുത്തി. ശേഷം അവര് ബിൽഡിങ്ങിൽ നിന്ന് പുറത്തു കടന്നു. അപ്പോഴാണ് പുറത്തെ ഒരു ഷെഡിൽ പഴയ കുറെ മിലിറ്ററി ജീപ്പുകൾ കിടക്കുന്നത് കണ്ടത്. പഴയ മിലിറ്ററി ജീപ്പുകൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള റെഞ്ചുകൾ ഉണ്ടായിരിക്കും, അതായത് കയറ് കെട്ടി വലിക്കാനുള്ള ഒരു ഉപകരണം. അങ്ങനെ അവരതിൽ നിന്നും ഒരു ജീപ്പും എടുത്തുകൊണ്ട് പടിഞ്ഞാറ് വശത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ലെവി പ്രതീക്ഷിച്ചതുപോലെ മുകളിലെ ടവറിൽ കെട്ടിയിരുന്ന കയറ് കണ്ടു. അതിനെ അവൻ ജീപ്പിന്റെ റെഞ്ചിൽ കെട്ടി. എന്നിട്ട് റെഞ്ച് ഓൺ ആക്കിയതും പ്രതീക്ഷിച്ചതുപോലെ ജീപ്പ് കയറിൽ പിടിച്ച് വലിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ കുറച്ചു ദൂരം എത്തിയതും താഴെ നിന്നും കുറെ മോൺസ്റ്റേഴ്സും കയറി വരാൻ തുടങ്ങി. അധികം വൈകാതെ അവയെല്ലാം കൂടെ ജീപ്പിൽ കയറി വന്ന് ആക്രമിക്കാനും തുടങ്ങി. രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്ത് കുറെ മോൺസ്റ്റേഴ്സിനെ കൊന്നുതള്ളി. പക്ഷെ എന്നിട്ടും വീണ്ടും വീണ്ടും മോൺസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്.
അവസാനം മുകളിലെത്താറായതും ലെവിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. അവൻ ജീപ്പിന്റെ ടാങ്ക് കുത്തി പൊട്ടിച്ചു. അതിൽ നിന്നുള്ള ഇന്ധനം മൊത്തം താഴെ മോൺസ്റ്റേഴ്സിന്റെ ദേഹത്ത് ചെന്ന് വീണു. എന്നിട്ട് തീ കത്തിച്ച് താഴേക്ക് ഇട്ടുകൊടുത്തു. അത് കാരണം മോൺസ്റ്റേഴ്സ് ഒക്കെ അൽഫാമായി പോയി. അങ്ങനെ അവസാനം അവരെ രക്ഷപ്പെട്ടു. പിന്നെ ടവറിൽ കയറി മുറിവുകളൊക്കെ വെച്ച് കെട്ടി. അതിനിടയിൽ ലെവിക്ക് ഒരു കാര്യം പിടികിട്ടി. എന്താണെന്നാൽ ലെവിയെയും ഡ്രാസയെയും തിരഞ്ഞെടുത്തതിന്റെ കാരണം ഇവര് മിസ്സായി പോയാലും ആരും തന്നെ അന്വേഷിച്ച് വരില്ല എന്നതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം പുറം ലോകം അറിയാതിരിക്കാൻ തീർച്ചയായും അവര് നമ്മളെ കൊന്നുകളയുമെന്നാണ് ലെവിക്ക് തോന്നുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് ഡ്രാസ പറഞ്ഞു. ഡ്രാസയ്ക്ക് ഫ്രാൻസിലെ സേഫ് ആയ ഒരു സ്ഥലം അറിയാം. അങ്ങോട്ട് പോകാമെന്നാണ് അവള് പറയുന്നത്. എന്നാൽ നമ്മൾ പോകുന്നതിന് മുന്നേ ഈ ഗോർജിനെ മൊത്തം നശിപ്പിക്കണമെന്ന് ലെവി പറഞ്ഞു. അതിനൊരു പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ട് അവൻ ഇങ്ങോട്ട് വന്നതുപോലെ തിരിച്ച് അവന്റെ ടവറിലേക്ക് പോയി. അന്ന് രാത്രി വീവർ റേഡിയോ വഴി ലെവിയെ കോണ്ടാക്ട് ചെയ്തു. ഗോർജിലെ കമ്പ്യൂട്ടർ ആക്ടിവേറ്റ് ആയതായിട്ട് വീവറിന്റെ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ലെവി എങ്ങാനും താഴെ പോയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വീവർ കോണ്ടാക്ട് ചെയ്തത്. ഞാൻ താഴെ പോയിട്ടില്ലെന്നും ഒരുപക്ഷെ നിങ്ങളുടെ ഏതെങ്കിലും ഡ്രോൺ കാരണമായിരിക്കും കമ്പ്യൂട്ടർ ആക്ടിവേറ്റ് ആയതെന്നുമാണ് ലെവി പറഞ്ഞത്. എന്നാൽ വീവറിന്റെ കമ്പ്യൂട്ടർ കാണുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാകുന്നത്. സംഭവം ഗോർജിലെ കമ്പ്യൂട്ടറിൽ ക്യാമറയുണ്ടായിരുന്നു. അത് കാരണം ലെവിയും ഡ്രാസയും അവിടെ പോയെന്ന് വീവറിന് ഓൾറെഡി അറിയാമായിരുന്നു. അവള് കോൾ കട്ട് ചെയ്ത ശേഷം മിലിറ്ററി ജനറലിനെ വിളിച്ചു. എന്നിട്ട് നാളെ തന്നെ നമുക്ക് ചെന്ന് ലെവിയെയും ഡ്രാസയെയും കൊന്നുകളയണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ രണ്ടുപേരും വെപ്പൺസ് ഒക്കെ റീഫില്ല് ചെയ്തു. അതിനിടയിൽ അകലെ നിന്നും ഒരു ഹെലികോപ്റ്റർ വരുന്നത് കണ്ടു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവര് വരണമെങ്കിൽ അത് തീർച്ചയായും നമ്മൾ ഇന്നലെ താഴെ പോയെന്ന സത്യം മനസ്സിലാക്കിയിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് ലെവിക്ക് മനസ്സിലായി. അതുകൊണ്ട് പ്ലാൻ പ്രകാരം എത്രയും വേഗം നീ ടവറിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ലെവി ഡ്രാസയോട് പറഞ്ഞു. എന്നിട്ട് അവനും വേഗം ഓടി. ഓടുന്നതിനിടയിൽ രണ്ടുപേരും എത്ര ദൂരം എത്തിയെന്ന് പരിശോധിക്കുന്നുണ്ട്. ഈ സമയം വീവറും ടീമും ടവറിൽ വന്ന് ലാൻഡ് ചെയ്തു. അവിടെ ലെവിയെ കാണാതെ വന്നപ്പോൾ അവർക്ക് എന്തോ പന്തികേട് തോന്നി. അപ്പുറത്തെ ടവറിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഡ്രാസയെയും കാണുന്നില്ല. അവരെ കണ്ടുപിടിക്കാൻ വീവർ കുറെ ഡ്രോൺസിനെ അയച്ചു. ഈ സമയം മറ്റു രണ്ടുപേരും കാട്ടിലൂടെ ഓടുകയായിരുന്നു. അങ്ങനെ ഓടുന്നതിനിടയിൽ ഡ്രോൺസ് അവരെ കണ്ടെത്തി. കണ്ട ഉടൻ തന്നെ ഡ്രോൺസ് അവരെ വെടിവെക്കാനും തുടങ്ങി. ഇടയ്ക്ക് ലെവിയുടെ കാലിൽ ഒരു വെടി കൊള്ളുകയും ചെയ്തു. ഭാഗ്യത്തിന് കൂടുതൽ എന്തെങ്കിലും പറ്റുന്നതിന് മുന്നേ അവൻ ഡ്രോൺസിനെയൊക്കെ വെടിവെച്ച് നശിപ്പിച്ചു കളഞ്ഞു. അപ്പുറത്തെ കാട്ടിലൂടെ ഓടുന്ന ഡ്രാസയും അവളുടെ പിന്നാലെ വന്ന ഡ്രോൺസിനെയൊക്കെ വെടിവെച്ച് വീഴ്ത്തി. ശേഷം അവള് അവന്റെ വശത്തുള്ള ഒരു ഓട്ടോമാറ്റിക് വെപ്പണിനെ സ്നൈപ്പർ വെച്ച് വെടിവെച്ചു. ഇതേ സമയം ലെവിയും അവളുടെ വശത്തുള്ള ഒരു ഓട്ടോമാറ്റിക് വെപ്പണിനെ വെടിവെച്ചു. എന്നിട്ട് രണ്ടുപേരും വീണ്ടും വേഗം ഓടി. സംഭവം രണ്ടുപേരും അവരവരുടെ വശങ്ങളിലുള്ള എല്ലാ ഓട്ടോമാറ്റിക് വെപ്പൺസിലും ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു വെപ്പണിലെ ബോംബ് പൊട്ടുമ്പോൾ ബാക്കി എല്ലാ വെപ്പൺസിലെയും ബോംബുകൾ പൊട്ടുന്ന രീതിയിൽ ആ വെപ്പൺസിനെ എല്ലാം ഒരു ഡിവൈസ് ഉപയോഗിച്ച് പരസ്പരം കണക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവര് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ വെപ്പൺസ് റീഫില്ല് ചെയ്യുകയായിരുന്നില്ല. അങ്ങനെ രണ്ട് വശങ്ങളിലും ഉണ്ടായിരുന്ന മൊത്തം ഓട്ടോമാറ്റിക് വെപ്പൺസും നശിച്ചു. അപ്പോഴാണ് വീവറിന് കാര്യം മനസ്സിലായത്. ഇത് ശരിക്കും ഒരു ട്രാപ്പ് ആയിരുന്നു. വെപ്പൺസ് എല്ലാം നശിച്ചാൽ ഉടൻ തന്നെ ഗോർജിലെ ന്യൂക്ലിയർ ബോംബ് ആക്ടിവേറ്റ് ആകുമെന്ന് വീവറിനും അറിയാം. അതിനാൽ എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് വീവർ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചെന്ന് ഹെലികോപ്റ്ററിൽ കയറി. ഈ സമയം ഡ്രാസ 4.2 കിലോമീറ്റർ ദൂരം കടന്നിരുന്നു. പക്ഷേ നേരത്തെ കാലിൽ വെടികിട്ടിയതിനാൽ ലെവി 3.9 കിലോമീറ്റർ ദൂരം എത്തിയതേയുള്ളൂ. അപ്പോഴേക്കും ഗോർജിലെ ബോംബ് പൊട്ടി. ബോംബിന്റെ ശക്തിയിൽ ഗോർജ് മൊത്തം ഭസ്മമായി പോയി. വീവറിന്റെ ഹെലികോപ്റ്ററിനും രക്ഷപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ അവളും അവളുടെ ടീമും ഗോർജിനോടൊപ്പം പടമായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ഗോർജിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഫ്രാൻസിലെ ഒരു സ്ഥലത്തിൽ പോകണമെന്നാണ് ഡ്രാസയും ലെവിയും പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഡ്രാസ ആ സ്ഥലത്തെത്തി. പക്ഷേ കുറെ ദിവസങ്ങൾ അവിടെ തങ്ങിയിട്ടും ലെവിയെ കണ്ടില്ല. അപ്പോൾ അന്നത്തെ ബോംബ് വിസ്ഫോടനത്തിൽ അവനും കൊല്ലപ്പെട്ട് കാണുമെന്ന് അവൾക്ക് മനസ്സിലായി. വീണ്ടും ഒരു മാസത്തിന് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ഡ്രാസ ഇപ്പോൾ ഫ്രാൻസിൽ തന്നെ ഒരു റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലെവി അവിടെ വന്നു. സംഭവം അന്ന് അവൻ ഒരു പുഴയിൽ ചാടി രക്ഷപ്പെട്ടു. അതിനുശേഷം പിന്നെ കാലിലെ മുറിവ് മാറാനുള്ള ചികിത്സയിലായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇവിടെ എത്താൻ ഇത്രയും വൈകിയത്. അവനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തു. അങ്ങനെ രണ്ടുപേരും ഒന്നിക്കുന്ന രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.